നമസ്കാരം. ഇപ്പോൾ കിട്ടിയതിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുവാനായി സോന ജെറി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടി. ആം ആദ്മി സ്ഥാനാർത്ഥി വിജയിച്ചതായി സുപ്രീംകോടതി പ്രഖ്യാപിച്ചു. BJP സ്ഥാനാർത്ഥി ജയിച്ചെന്ന വരണാധികാരിയുടെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കി. 8 ബാലറ്റുകളിൽ വരണാധികാരി കൃത്രിമം കാണിച്ചുവെന്നത് വ്യക്തമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ജനാധിപത്യം രക്ഷിച്ചതിന് സുപ്രീംകോടതിക്ക് നന്ദി എന്ന് അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചു. അച്യുതൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അച്യുതൻ, 3 ആം ആദ്മി അംഗങ്ങളെ മറുകണ്ഠം ചാടിച്ച് ജയം ഉറപ്പാക്കി നിന്നതാണ് BJP. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിടുന്നു. എന്താണ് ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണങ്ങൾ, ഉത്തരവ്, ഒപ്പം ഈ ഉത്തരവിനോടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ? ഗൂഗിൾ സുപ്രീം കോടതി ഇന്ന് ഈ ഹർജി പരിഗണിക്കുമ്പോൾ പ്രധാനമായും ഈ അസാധുവാക്കിയ 8 ബാലറ്റുകൾ പരിശോധിക്കുകയും ഒപ്പം തന്നെ ദൃശ്യങ്ങളും സുപ്രീം കോടതി പരിശോധിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സുപ്രീം കോടതി ഈ ഉത്തരവ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. കാരണം ഈ വരണാധികാരി പറഞ്ഞിരുന്നത് ഈ 8 ബാലറ്റ് പേപ്പറുകളിൽ ചില ക്രമക്കേടുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് പ്രത്യേകമായി അടയാളപ്പെടുത്തിയതെന്നായിരുന്നു സുപ്രീം കോടതിയെ അറിയിച്ചത്. പക്ഷേ കോടതി ഈ 8 ബാലറ്റുകൾ പരിശോധിക്കുകയും അതിൽ അത്തരമൊരു ക്രമക്കേടുകളില്ല. ഈ വരണാധികാരിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മറ്റുള്ളവർ ഇതേ രീതിയിൽ തന്നെ ഇതിനെ മടക്കി വരണാധികാരിക്ക് കൈമാറിയതെന്നും കോടതി പറയുകയുണ്ടായി. ബോധപൂർവം ആണ് വരണാധികാരി ഇത്തരമൊരു ക്രമക്കേട് ഈ മേയർ തെരഞ്ഞെടുപ്പിൽ. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ആം ആദ്മിയുടെ ഹർജി. അതിൽ സുപ്രീം കോടതിയിൽ നിന്ന് BJPക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. ആം ആദ്മി സ്ഥാനാർത്ഥി വിജയിച്ചതായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. BJP സ്ഥാനാർത്ഥി ജയിച്ചെന്ന വരണാധികാരിയുടെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. ഏതായാലും സുപ്രീം കോടതിക്ക് നന്ദി പറയുകയാണ് ആം ആദ്മി പാർട്ടി. തൊട്ടുമുമ്പ് പൂർത്തിയാക്കാനാവാതെ പോയ റിപ്പോർട്ടിലേക്കാണ്. തൊടുപുഴ കോഓപ്പറേറ്റീവ് ലോ കോളേജിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ വിദ്യാർത്ഥികൾ. മാർക്ക് ദാനത്തിനെതിരെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനുള്ള കോളേജ് അധികൃതരുടെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ആത്മഹത്യാ ഭീഷണി. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോഴും വിദ്യാർത്ഥികൾ പ്രതിഷേധം തുടരുകയാണോ? അവരെ അനുനയിപ്പിക്കാൻ അനുനയ ശ്രമങ്ങൾ ഏത് നിലയിൽ പോകുന്നു? ഗോകുൽ, ഇപ്പോഴും ഈ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. ആത്മഹത്യാ ഭീഷണി തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനുനയ നീക്കങ്ങളൊന്നും ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വളരെ അപകടകരമായ രീതിയിൽ തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ അവിടെ ഇരിക്കുകയും ചെയ്യുന്നത്. ഒന്ന് കാല് തെറ്റിയാൽ ഒരുപക്ഷെ താഴേക്ക് വീണേക്കാം എന്ന പോലെ തന്നെയാണ് അവരിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും പോലീസും ഫയർഫോഴ്സും ഇവിടെ സുരക്ഷാ വലയം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വല ഉൾപ്പെടെ വിരിച്ചുകൊണ്ട് അവരെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളോട് നടത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും ഈ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ചേട്ടാ, ഇത് 1.5 മണിക്കൂറായി ഇവിടെ ഈ പ്രതിഷേധ സമരം തുടങ്ങിയിട്ട്. അത് 1.5 ദിവസമല്ല, കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഇവിടുത്തെ വിദ്യാർത്ഥികൾ നിരന്തരമായ ഒരാവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരത്തിലാണ്. എന്തിനു വേണ്ടിയാണ്? ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യം പോലെ തന്നെ ഇവിടെ രാഷ്ട്രീയത്തിന്റെ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥി അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ ക്യാമ്പസിൽ യാതൊരു തരത്തിലും യോജിക്കാതെ, യാതൊരു തരത്തിലുള്ള യോഗ്യതയും ഇല്ലാതെ ആ പ്രിൻസിപ്പലിന്റെ കസേരയിൽ ഇരിക്കുന്ന പ്രിൻസിപ്പലിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾ ഈ തെരുവിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ സമരവുമായി മുൻപോട്ട് പോകുമ്പോൾ രാഷ്ട്രീയത്തിന്റെ വ്യത്യാസമില്ലാതെ ഈ സമരം നടത്തുന്നത് ഇവിടെ ഈ ക്യാമ്പസിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും തുല്യമായ നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം. ഗോകുൽ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ പരീക്ഷാഫലം വന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഇന്റേണൽ മാർക്ക് കൂടുതൽ കൊടുത്തു എന്നുള്ളൊരു പരാതി ഇവർക്കുണ്ടായിരുന്നു. കോളേജിലെ മറ്റു കുട്ടികൾക്കുണ്ടായിരുന്നു. അതിനെ തുടർന്ന് പ്രതിഷേധമുണ്ടായിരുന്നു. പ്രതിഷേധത്തിൽ ഈ പ്രിൻസിപ്പാളിന്റെ റൂം ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധം ഇവിടെ നടന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 9 കുട്ടികൾക്കെതിരെ നടപടി എടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മാനേജ്മെന്റ് പോയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ആത്മഹത്യാ ഭീഷണിയുമായി കുട്ടികൾ ഈ കോളേജ് കെട്ടിടത്തിന് മുകളിൽ കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പ്രതിഷേധം വളരെ ശക്തമാണ്. കോളേജിന്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായിട്ടല്ല ഈ ഒരു പ്രതിഷേധം നടത്തുന്നത്. എല്ലാ കുട്ടികളും ഒറ്റക്കെട്ടായിട്ടാണ് ഈ പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ കുട്ടികളുടെ പ്രതികരണത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ എന്താണ് ശരിക്കും ഈ പ്രതിഷേധത്തിന് കാരണം എന്താണ്? ചേട്ടാ, നല്ല അർഹതയില്ല പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് ഇന്റർ മാർക്ക് കൂട്ടിക്കൊടുത്തു. അതിനെതിരെ പ്രതിഷേധിച്ച കുറച്ച് അനേകം കുട്ടികളെ സസ്പെൻഡ്, അതിനെതിരെയാണ് പ്രതിഷേധം. ഇതുവരെ ടീച്ചേഴ്സോ മാനേജ്മെന്റോ പ്രിൻസിപ്പാലോ ഒരു നടപടി എടുത്തിട്ടില്ല. ഇപ്പൊ ടീച്ചേഴ്സിനും ഭാഗം തെറ്റാണെങ്കിൽ പ്രിൻസിപ്പലും ആക്ഷൻസ് എടുക്കണം, പ്രിൻസിപ്പലും തെറ്റാണെങ്കിൽ മാനേജ്മെന്റും ആക്ഷൻസ് എടുക്കണം. അതൊന്നും പറയാതെ മാനേജ്മെന്റും ടീച്ചേഴ്സും ഒട്ട് കളിച്ച് പല അനേകം കുട്ടികൾ സസ്പെൻഡ് ചെയ്തിരിക്കുക. മുകളിൽ കയറിയിരിക്കുന്ന കുട്ടികൾ ഏത് വർഷ വിദ്യാർത്ഥികളാണ്? അവര് സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സും എല്ലാം ഉണ്ട്.
നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ട് ഈ ഒരു പ്രതിഷേധം? കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രതിഷേധിക്കുക ഒരു നടപടി 4 ദിവസമായി കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രതിഷേധിക്കുക ഒരു നടപടി നടത്തിയിട്ടില്ല ഇതുവരെയായിട്ട്. ഇന്നലെ ഫുൾ സ്ട്രൈക്കായിരുന്നു, എല്ലാ ബാച്ച് ഫുൾ സ്ട്രൈക്കായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അതിനെതിരെ ലാസ്റ്റ് ഇല്ല കള്ളക്കേസ് കൊടുത്ത് റാഗിങ്ങിനെതിരെ കേസ് കൊടുത്ത് സസ്പെൻഡ് ചെയ്തൊക്കെ പിള്ളേർക്കെതിരെ. അതിനെതിരെ നിങ്ങൾ ഈ പ്രതിഷേധം ഇവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ അനധികൃതമായിട്ട് അവസാനം ഈ പൈസ വാങ്ങിച്ച റെക്കമെൻഡേഷൻ എന്തോ ഇന്റേണൽ മാർക്ക് കൊടുത്തതിൻ്റെ പ്രതിഷേധമായിട്ടാണ് നടക്കുന്നത്. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് പ്രതിഷേധം നടത്തിയിട്ട് യാതൊരു വിധമായിട്ടുള്ള ഒരു നടപടിയും കോളേജിൻ്റെ ഭാഗത്തുണ്ടായില്ല. അതേസമയം ഈ ഇരിക്കുന്ന ഒരു 7ഓളം വിദ്യാർത്ഥികൾക്കെതിരായിട്ട് ഹറാസ്മെന്റിനും റാഗിങ്ങിനെതിരെ ആർക്കാണ് ഇന്റേണൽ മാർക്ക് കൂട്ടി കിട്ടി ആ കുട്ടിയും ആ കുട്ടിയുടെ മാതാപിതാക്കളും പരാതി കൊടുത്തതിൻ്റെ പേരിലാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. അനധികൃതമായിട്ട് വെച്ചാൽ ഒരു കമ്മീഷൻ പോലും രൂപീകരിക്കാതെ അനധികൃതമായിട്ട് മാർക്കെടുത്ത് ഒന്നുമില്ലാണ്ട് ഈ കുട്ടികൾക്ക് മാനേജ്മെന്റുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സംസാരം ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു ആത്മഹത്യാ ഭീഷണി തുടങ്ങിയതിന് ശേഷം? മാനേജ്മെന്റിനെതിരെ പരാതി ഇപ്പൊ നിങ്ങൾ ഈ കോളേജ് സംസാരം നടക്കുന്നുണ്ടോ? ഓഫീസിൽ സംസാരം നടക്കുന്നു. ആരാ സംസാരിക്കുന്നത്? വിദ്യാർത്ഥി പ്രതിനിധികളും മേളിൽ 2 പേരും സംസാരിക്കുന്നുണ്ട്. 1.5 മണിക്കൂറായി. ഇതിനിടയിൽ ഇത്രയും സമയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ഒന്നും തീരുമാനമായിട്ടില്ല, അറിയത്തില്ല. എന്തായാലും ഗോകുൽ അത് തന്നെയാണ്. പ്രതിഷേധം തുടങ്ങിയിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടും ഇപ്പോഴും ഈ കോളേജ് മാനേജ്മെന്റുമായിട്ട് സംസാരം നടക്കുന്നു, ഒരു അനുനയ നീക്കത്തിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു എന്ന് മാത്രമാണ് ഇവർ പറയുന്നത്. എന്തായാലും വളരെ കഷ്ടമാണെന്ന് പറയേണ്ടിയിരിക്കുന്നത്. കാരണം 1.5 മണിക്കൂർ ഈ ഒരു കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ കയറിയിരുന്ന ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു. അപ്പോഴും ഈ കോളേജ് മാനേജ്മെന്റ് അതിന്റെ സംസാരം നടക്കുന്നു, കാര്യങ്ങൾ പഠിക്കട്ടെ എന്ന് പറയുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കുട്ടികളുടെ ജീവനാണ്, അവർ ആ ജീവൻ വെച്ചാണ് ഈ ഒരു പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളത് വളരെ ആശങ്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതിൽ വേഗം ഒരു ഇടപെടൽ വേണ്ടതാണ്. കോളേജ് മാനേജ്മെന്റ് അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടതാണ്. പോലീസും ഇതിൽ ഇടപെട്ട് കൃത്യമായും കോളേജ് മാനേജ്മെന്റുമായിട്ടും സംസാരം നടത്തുന്നുണ്ട്. ഇതിൽ ഈ പ്രിൻസിപ്പാളിനെതിരെയാണ് ഈ കുട്ടികൾ കൂടുതൽ പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രിൻസിപ്പാൾ ഇടപെട്ടാണ് ഈ മാർക്ക് ദാനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധവും അത് സംബന്ധിച്ചായിരുന്നു. അതിനു പിന്നാലെ പ്രതിഷേധിച്ച കുട്ടികൾക്കെതിരെ മറ്റ് നടപടികൾ, അതായത് റാഗിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചുമത്തിക്കൊണ്ടുള്ള നടപടികളിലേക്ക് പോകുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് ഇത്തരം ഒരു ആത്മഹത്യാ ഭീഷണി. ക്യാമ്പസിലെ വിദ്യാർത്ഥി സംഘടനകൾ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ പിന്തുണയോടെ അല്ല വിദ്യാർത്ഥികൾ ഒരു കൂട്ടായ്മ എന്ന നിലയിലാണ് പ്രതിഷേധിക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഈ വിദ്യാർത്ഥി സംഘടനകൾ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം? ഫുൾ സ്റ്റുഡൻസ് കോളേജിലെ KSU SFI ABP ഒന്നുമില്ല, സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ ഇവിടെ. പാർട്ടിയിലില്ല, ഫ്രണ്ട്സ് എല്ലാം മാത്രം, വിദ്യാർത്ഥികളെല്ലാം ഉൾപ്പെടെ ഇല്ല എല്ലാരും ഉണ്ട്. മാർക്ക് കുറഞ്ഞ മീൻസ് സീനിയേഴ്സ് എല്ലാരും ഉണ്ട്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളത് കുട്ടികൾ പറയുന്നുണ്ട്. അവർ വിദ്യാർത്ഥി സംഘടന അല്ലെങ്കിൽ അവർ ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പ്രതിഷേധത്തിന് ഇവിടെ എത്തിയിരുന്നതാണ്. അന്നേരം നമ്മൾ കണ്ടതാണ് എല്ലാവരും ഒരേ ഒറ്റക്കെട്ടായിട്ട്, അല്ലെങ്കിൽ SFI അല്ലെങ്കിൽ KSU ABVP MSF അങ്ങനെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതിഷേധമോ അല്ല ഇത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. എന്തായാലും നിലവിൽ ഇവിടെ പ്രിൻസിപ്പാളുമായിട്ടും കോളേജ് മാനേജ്മെന്റുമായിട്ടും പോലീസും വിദ്യാർത്ഥി പ്രതിനിധികളും ചർച്ച നടത്തുകയാണ്. അത് 1.5 മണിക്കൂർ ആ ചർച്ച നീണ്ടുപോയിരിക്കുന്നു എന്നുള്ളത് വളരെ അനർഹമായിട്ട് ആർക്കാണ് മാർക്ക് കൂട്ടിക്കൊടുത്തത്? എന്താണ് അവർക്ക് അങ്ങനെ മാർക്ക് കൂട്ടിക്കിട്ടാനുള്ള സ്വാധീനം അവിടെ? ഗോകുൽ, ഇവർ പ്രധാനമായിട്ടും ആരോപിക്കുന്നത് ഈ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി അവർക്ക് അറ്റൻഡൻസ് വളരെ കുറവാണ്. പക്ഷെ അവർ മറ്റ് അല്ലാതെ പരീക്ഷകളിലൊക്കെ നന്നായിട്ട് പാസ്സാകുന്നു, പഠിക്കുന്നു, മാർക്ക് മേടിക്കുന്ന കുട്ടിയാണ്. പക്ഷേ അത് ഇന്റേണൽ മാർക്ക് കിട്ടാനുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള 25 മാർക്കാണ് ഇന്റേണൽ മാർക്ക്. ആ 25-ൽ 24 ഇന്റേണൽ മാർക്ക് ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ആ മാർക്കിന് അർഹയല്ല ആ കുട്ടി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അതുപോലെ തന്നെ ഈ അർഹതപ്പെട്ട മാർക്ക് പോലും കിട്ടാത്ത കുട്ടികളും ഇവിടെ ഉണ്ട് എന്നുള്ളൊരു പരാതിയുണ്ട്. ആ 24 മാർക്ക് കിട്ടിയ കുട്ടി അർഹയല്ലാതിരുന്നിട്ട് പോലും കോളേജ് പ്രിൻസിപ്പാൾ ഇടപെട്ടാണ് ഈ മാർക്ക് കൊടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കുട്ടിയുടെ പേര്, അവർക്ക് ഈ കുട്ടിക്കെതിരായിട്ട് പരാതിയില്ല, പക്ഷേ ആ കുട്ടിക്ക് റാങ്ക് കിട്ടുന്നതിന് വേണ്ടി ഈ കോളേജ് അധികൃതർ അവർക്ക് ഇഷ്ടക്കാർക്ക് വേണ്ടി ഒരു ഇടപെടൽ നടത്തി എന്നുള്ളതാണ് പ്രധാനമായും കുട്ടികൾ ആരോപിക്കുന്നത്. മാത്രമല്ല അർഹതപ്പെട്ട മറ്റു കുട്ടികൾക്ക്, അതായത് ഈ ഇന്റേണൽ മാർക്ക് കിട്ടാതെ പരാജയപ്പെട്ടു പോയ കുട്ടികളുണ്ട്. അത്തരം സാഹചര്യം കൂടി വന്നപ്പോഴാണ് ഈ പ്രതിഷേധം ഇത്ര വലിയ ഒരു തീവ്രതയിലേക്ക് പോകാൻ ഇടയാക്കിയത് എന്നുള്ളതും നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഗോകുൽ.
ശരി, ഏതായാലും തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിലാണ് വിദ്യാർത്ഥികളുടെ അസാധാരണമായ പ്രതിഷേധം. ആത്മഹത്യാ ഭീഷണി മുഴക്കി 15ഓളം വിദ്യാർത്ഥികൾ, അതിൽ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ആ കെട്ടിടത്തിന് മുകളിൽ നിൽക്കുന്നത്. അകത്ത് കോളേജ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അനർഹമായ ഒരു വിദ്യാർത്ഥിക്ക് ഇന്റേണൽ മാർക്ക് നൽകി റാങ്ക് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു നീക്കം കോളേജ് മാനേജ്മെന്റ് ഭാഗത്തു നിന്നുണ്ടായത് എന്നതാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. പ്രിൻസിപ്പലിനെതിരെ കൂടി അവരുടെ പരാതി വരുന്നുണ്ട്. ഏതായാലും അപകടം പിടിച്ച ഒരു അസാധാരണമായ ഒരു പ്രതിഷേധമാണ് തൊടുപുഴയിൽ നടക്കുന്നത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. രാജസ്ഥാനിൽ നിന്ന് എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. BJP സ്ഥാനാർത്ഥികളായ ചുനിലാൽ ഗരാസിയെയും മദൻ റാത്തോഡും രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ബൽറാം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, വിശദാംശങ്ങൾ. ഗോകുൽ, സോണിയാഗാന്ധി 25 വർഷത്തെ ലോക്സഭാ കാലയളവിന് ശേഷം ഇപ്പോൾ രാജ്യസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. രാജ്യസഭയിലേക്ക് ഇത്തവണ സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്നാണ് മത്സരിച്ചത്. രാജസ്ഥാനിൽ നിന്നും സോണിയാഗാന്ധിയെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി വരണാധികാരി പ്രഖ്യാപിച്ചിരിക്കുന്നു. 3 പേരാണ് രാജസ്ഥാനിൽ നിന്നും ഇത്തവണ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചത്. കോൺഗ്രസിന്റെ ഏക സ്ഥാനാർത്ഥിയായിരുന്നു മുൻ അധ്യക്ഷൻ കൂടിയായ സോണിയ ഗാന്ധി. ഒപ്പം തന്നെ BJPയുടെ 2 അംഗങ്ങളും 2 പേരെ ജയിപ്പിക്കാൻ BJPക്ക് കഴിയും. 2 അംഗങ്ങളും എതിരില്ലാതെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. BJP അംഗങ്ങളായ ചുനിലാൽ ഗരാസിയ, മദൻ റാത്തോഡ് എന്നിവരാണ് എതിരില്ലാതെ രാജ്യസഭയിലേക്ക് രാജസ്ഥാനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത്. ആരോഗ്യ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഇത്തവണ തൻ്റെ സ്ഥിരം മണ്ഡലമായ റായ്ബറേലിയിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് സോണിയാഗാന്ധി വ്യക്തമാക്കിയത്. തുടർന്നാണ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മത്സരിക്കട്ടെ എന്ന തീരുമാനം കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടതും സോണിയാഗാന്ധിയെ രാജസ്ഥാനിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതും. രാജസ്ഥാനിൽ കൂടാതെ തന്നെ കർണാടകയും ഹിമാചൽ പ്രദേശും സോണിയാഗാന്ധി മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഹിന്ദി ഹൃദയഭൂമിയിലെ ഒരു സംസ്ഥാനത്തു നിന്ന് തന്നെ മത്സരിക്കാനുള്ള അന്തിമ തീരുമാനമെടുത്തത് സോണിയാഗാന്ധി തന്നെയാണ്. ഇതുകൂടാതെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ 4 അംഗങ്ങളും എതിരില്ലാതെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മാധ്യമപ്രവർത്തക സാഗരിക ഘോഷ്, ഒപ്പം തന്നെ മമതാ ബാല താക്കൂർ, സുസ്മിത ദേവ്, നദീമുൽ ഹക്ക് എന്നീ 4 തൃണമൂൽ സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പ് തീയതിക്ക് മുമ്പായി തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി വരണാധികാരി അറിയിച്ചിരിക്കുന്നത്. ഗൂഗിൾ. ശരി, സോണിയാഗാന്ധി ഇനി രാജ്യസഭയിലുണ്ടാകും. രാജസ്ഥാനിൽ നിന്ന് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ബൽറാം നെടുങ്ങാടി പങ്കുവച്ചത്. 23 തദ്ദേശ വാർഡുകളിലേക്ക് മറ്റന്നാൾ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 10 ജില്ലകളിലായി 1 കോർപ്പറേഷൻ വാർഡിലും 4 നഗരസഭാ വാർഡുകളിലും 18 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ്. ഈ മാസം 23-ന് വോട്ടെണ്ണും. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, ഇതിൽ ഭരണത്തെ തന്നെ സ്വാധീനിക്കാവുന്ന തരത്തിൽ നിർണായകമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങൾ എവിടെയൊക്കെയാണ്? ഗോകുൽ, സംസ്ഥാനത്തെ 23 തദ്ദേശ വാർഡുകളിലാണ് മറ്റന്നാൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ 2ഓളം പഞ്ചായത്തുകളിൽ നിലവിൽ ഭരണമാറ്റം, അതിലെ ഈ ഫലം നിലവിൽ വിജയിച്ചിരിക്കുന്ന അതേ മുന്നണിയോ അതേ പാർട്ടിയോ തന്നെ വിജയിച്ചില്ലെങ്കിൽ ഭരണമാറ്റം ഉണ്ടാകുന്ന സാധ്യതകൾ ഉള്ള സ്ഥലങ്ങളാണ്. ആ നിലയിലുള്ള പ്രത്യേകതകൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ എന്നീ 10 ജില്ലകളിൽ നിന്നുള്ള വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ വോട്ട് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. നിലവിൽ 1 കോർപ്പറേഷൻ വാർഡും 4 മുനിസിപ്പാലിറ്റി വാർഡും 18 ഗ്രാമപഞ്ചായത്ത് വാർഡുകളുമാണ് തെരഞ്ഞെടുപ്പിനായി ഉള്ളത്. ഇതിനായി 88 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട്. അതിൽ 33 പേർ സ്ത്രീകളാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 23 വാർഡുകളിലെ അന്തിമ വോട്ടർ പട്ടികയിൽ ആകെ 32,512 വോട്ടർമാർ ആണ് ഉള്ളത് എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ടു പിറ്റേ ദിവസം തന്നെയാവും ഈ വോട്ടെണ്ണൽ നടക്കുക. നിലവിൽ ഈ വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൈമാറി എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ശരി സലീം മാലിക്, മറ്റന്നാളാണ് സംസ്ഥാനത്തെ വിവിധ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലായി 23 വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. വെള്ളിയാഴ്ച അതിന്റെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. കേരള സർവകലാശാല സെനറ്റ് യോഗത്തിനിടെ സർക്കാർ അനുകൂലികളായ അംഗങ്ങൾ അധിക്ഷേപിച്ചെന്ന് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾ ഹൈക്കോടതിയിൽ പരാതിപ്പെട്ടു. കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയിട്ട് നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഗവർണറുടെ നോമിനികൾ ആരോപണം ഉന്നയിച്ചത്. കോടതി സർക്കാരിനോട് മറുപടി തേടി ഹർജി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ആരാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്? ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളാണ് ഈ പരാതി ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ളത്. സർവകലാശാല സെനറ്റ് യോഗത്തിനിടെ ഇടതനുകൂല സെനറ്റ് അംഗങ്ങൾ
അധിക്ഷേപിച്ചതായാണ് ഇവർ ഹൈക്കോടതിയിൽ പറയുന്നത്. കന്റോൺമെന്റ് പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ലംഘിക്കപ്പെട്ടു എന്നും സെനറ്റ് അംഗങ്ങൾ പറയുന്നു. പോലീസ് സംരക്ഷണം നൽകണം എന്ന് നേരത്തെ ഹൈക്കോടതി പറഞ്ഞതാണ്. പക്ഷേ ആ പോലീസ് സംരക്ഷണം കൃത്യമായി തങ്ങൾക്ക് കിട്ടിയില്ല എന്നാണ് ഇവരുടെ വാദം. പരാതി സംബന്ധിച്ച് സർക്കാരിനോട് ഹൈക്കോടതി മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ശരി, കേരള സർവകലാശാലയുടെ കഴിഞ്ഞ സെനറ്റ് യോഗം തന്നെ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട അതിനൊരു നിയമ നടപടിയുടെ സാധ്യതകൾ തേടുകയാണ് ഗവർണർ. അതിനിടയിലാണ് ഇപ്പോൾ ഗവർണർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ ആ യോഗത്തിൽ അധിക്ഷേപമുണ്ടായി ഇടതംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഹർജിയും പരാതിയും ഒക്കെ ഉന്നയിച്ചിരിക്കുന്നത്. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഗോഡ്സെ പ്രകീർത്തനം നടത്തിയ കോഴിക്കോട് NITയിലെ അധ്യാപിക ഷൈജ ആണ്ടവന് ജാമ്യം. കുന്നമംഗലം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കോടതിയിൽ നേരിട്ട് ഹാജരായ ശേഷം ജാമ്യാപേക്ഷ സമർപ്പിക്കുകയായിരുന്നു. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനിടെ ഷൈജ ആണ്ടവന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, വിവരങ്ങൾ എന്തൊക്കെ? ഗോകുൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഷൈജ ആണ്ടവനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അതോടൊപ്പം വിവാദമായ പോസ്റ്റ് ഇട്ട മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തതാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇന്ന് ഷൈജ ആണ്ടവൻ കുന്നമംഗലം കോടതിയെ നേരിട്ട് സമീപിച്ചത്. കോടതിയിൽ ഹാജരായ ശേഷം ജാമ്യാപേക്ഷ സമർപ്പിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് കോടതിയെ സമീപിച്ചത്. തുടർന്ന് കുന്നമംഗലം പോലീസിനോട് വിശദീകരണം തേടി കോടതി. കുന്നമംഗലം പോലീസ് നൽകിയ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഷൈജ ആണ്ടവന് ഉപാധികളില്ലാതെ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഇനി കേസുമായി ബന്ധപ്പെട്ട് കുന്നമംഗലം പോലീസിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കുന്നമംഗലം ഈ കോടതിയുടെ പ്രത്യേക അനുമതി കൂടി ആവശ്യമാണ്. ഷൈജ ആണ്ടവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു നടപടി കൂടിയാണ്. അതോടൊപ്പം ഈ കോടതി നടപടികൾ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷൈജ ആണ്ടവനെ കരിങ്കൊടി കാണിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ജിനീഷ്, നവാസ തുടങ്ങി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കോടതിക്ക് പുറത്ത് വെച്ച് ഷൈജ ആണ്ടവനെ കരിങ്കൊടി കാണിച്ചത്. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. NIT അധ്യാപിക ഗോഡ്സെ പ്രകീർത്തിച്ച് പോസ്റ്റിട്ടതിന്റെ പേരിൽ നിയമ നടപടികൾ നേരിടുന്ന ഷൈജ ആണ്ടവന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഉപാധികളില്ലാതെയാണ് ജാമ്യം എന്നതും ശ്രദ്ധേയമാണ്. തിരികെ വാർത്തകളിലേക്ക്. വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലെത്തിയ വനം മന്ത്രിക്കെതിരെ പ്രതിഷേധം. വോട്ട് മാത്രം കണ്ടാൽ പോരാ, ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് പ്രതിഷേധക്കാർ. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, അജീഷിന്റെ മരണത്തെ തുടർന്ന് വലിയ പ്രതിഷേധം കണ്ടതാണ്. മകൾ ഉൾപ്പെടെ രൂക്ഷമായ ഭാഷയിൽ അന്ന് പറഞ്ഞതാണ് ഇനി ഒരിടത്തും ആവർത്തിക്കരുതെന്ന് പറഞ്ഞ അതിന് ശേഷവും സംഭവിച്ചു. പോളിന്റെ കാര്യത്തിൽ അതേ സംഭവം തന്നെ. ആരാണ് ഈ പ്രതിഷേധിച്ചത്? വനമന്ത്രി അവരോട് ഏത് നിലയിലാണ് പ്രതികരിച്ചത്? ഗൂഗിൾ വനമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ മന്ത്രിതല സംഘത്തിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഈ പടമലയിലെ അജീഷിൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടായി എന്നതാണ്. ആനയെ, ബേലൂർ മകനയെ ഇത്രയും ദിവസമായിട്ട് ഏകദേശം 10 ദിവസത്തിലധികമായി ഈ ബേലൂർ മകനയ്ക്ക് വേണ്ടി വനംവകുപ്പ് തെരച്ചിൽ തുടരുകയാണ്. മയക്കുവെടി വയ്ക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അനുയോജ്യമായ ഭൂപ്രകൃതി ലഭിച്ചില്ല എന്നാണ് വനംവകുപ്പിൻ്റെ വിശദീകരണം. എന്തായാലും ഇത്രയും ദിവസമായിട്ടും ആരും ഞങ്ങളെ സമാധാനിപ്പിക്കാൻ ഇവിടേക്ക് എത്തിയില്ലല്ലോ. ഇപ്പോൾ ഈ പ്രതിഷേധങ്ങളൊക്കെ കണ്ടപ്പോഴല്ലേ നിങ്ങൾക്ക് വരാൻ തോന്നിയത് എന്നുള്ള പ്രതികരണമാണ് മകളുടെ ഭാഗത്ത്, അജീഷിൻ്റെ മകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. വാച്ചർമാർക്ക് തോക്ക് കൊടുക്കണം, മുളവടി മാത്രം പോരാ എന്നും മകൾ മന്ത്രിമാരെ അറിയിച്ചു. നിങ്ങൾ വോട്ട് ചോദിക്കാൻ മാത്രമാണല്ലോ ഇങ്ങോട്ട് വരുന്നത് എന്ന കാര്യമാണ് അജീഷിൻ്റെ മകൻ പ്രധാനമായും മന്ത്രി കെ രാജനോട് സൂചിപ്പിച്ചത്. ഞങ്ങൾ കാട്ടിലേക്ക് പോയിക്കോളാം, നിങ്ങൾ കാട്ടിൽ വന്ന് വോട്ട് ചോദിച്ചോളൂ എന്ന് മകൻ മന്ത്രിയോട് പറയുന്നൊരു സാഹചര്യവുമുണ്ടായി. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം മന്ത്രിമാർക്കെതിരെ ഉണ്ടായി എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ് പടമലയിലെ അജീഷിൻ്റെ വീട്ടിലെ സന്ദർശനം കഴിഞ്ഞതിന് ശേഷമാണ് വനം മന്ത്രി പുറത്തേക്കിറങ്ങിയത്. മാനന്തവാടിയിലേക്ക് പോകുന്നതിനായിരുന്നു അത്. ആ സമയത്ത് മന്ത്രിക്കെതിരെയും ജനരോക്ഷമുണ്ടായി. മന്ത്രി വോട്ട് ചോദിക്കാൻ മാത്രം വന്നാൽ പോരാ, ഈ വയനാട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ്. ഈ വയനാട് ജില്ലയിൽ വന്യജീവി ആക്രമണം നേരിടുന്ന സാഹചര്യത്തിൽ അതിന് പരിഹാരമുണ്ടാക്കാൻ വനം മന്ത്രിക്ക് ബാധ്യതയുണ്ട്, ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് എന്ന് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യവുമുണ്ടായി. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വരുന്നു ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് ഗോകുൽ. ശരി, അരുൺ പാറക്കലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ആ പ്രതിഷേധം മക്കളുടെ ചോദ്യങ്ങളിലേക്ക് കൂടി ഇറങ്ങിയിട്ട് ഇനി ഇങ്ങനെ സംഭവിച്ച ഒറ്റ ഒന്നിനെയും ഞങ്ങൾ വിടൂല, ഗ്യാരണ്ടി. അത് പറയണം. വയനാട്ടിലെ കൃഷിക്കാർ ഇത് പറയണത്, നിങ്ങളോട് വഴക്ക് കൂടുവല്ല, വയനാട്ടിലെ കൃഷിക്കാരാണ് പറയണത്. ഇനി വയനാട്ടിലെ കൃഷിക്കാരുടെ കൃഷിഭൂമിയിൽ ഒരു കാട്ടുമൃഗം ഇറങ്ങാൻ പാടില്ല,
ഒരാൾക്ക് ഇത് സംഭവിച്ചാൽ ഒന്നിനെയും ഞങ്ങൾ വിടൂല. MLA സാർ ഇന്നലെ വന്നല്ലോ, ആരും ഒന്നും പറഞ്ഞില്ല, ഞാൻ വർത്താനം പറഞ്ഞേക്കാം. നമ്മുടെ വീട്ടിൽ ആരും വന്നാലും വളർത്ത ഇതിനെ ഞാൻ പറഞ്ഞ സാറേ, ഞാനിപ്പോഴും പശു കറന്നിച്ച ഞാൻ വഴക്ക് കൂടണല്ലേ. വർത്താനം പറയും. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലെത്തിയപ്പോഴാണ് നമ്മുടെ എഗ്രിമെന്റിന്റെ ഫണ്ടിന്റെ വനമന്ത്രി സഭയെ പറഞ്ഞായിരുന്നു വനം സംരക്ഷിക്കാം, വന്യമൃഗത്തെ സംരക്ഷിക്കാം. ഏതായാലും അജീഷിന്റെ മക്കളുടെ ഭാഗത്തു നിന്നുൾപ്പെടെ അതിരൂക്ഷമായ പ്രതികരണമാണ് മന്ത്രിമാർക്ക് നേരെ ഉണ്ടായത്. അവരുടെ പിതാവിനെ നഷ്ടപ്പെട്ട സങ്കടം, ആ പ്രദേശത്തുകാർക്ക് തുടർച്ചയുണ്ടായ വന്യമൃഗാക്രമണങ്ങളിൽ ആളുകൾ മരിക്കുന്ന സാഹചര്യമുണ്ട്. അവരുടെ സ്വാഭാവിക പ്രതികരണമാണ് മന്ത്രിമാർ നേരിട്ട് അറിഞ്ഞത്. ഏതായാലും ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു.